എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇന്നത്തോടെ അവസാനിക്കാനായിട്ടാണ്. ഇന്ന് ജനുവരി 16, 2025. നമ്മളിവിടെ കഴിഞ്ഞ മാസം ഡിസംബർ 12 വന്നത്. കറക്റ്റ് ഒരു മാസമുള്ളൂ. നമുക്കിവിടെ ന്യൂ ഇയറിന് ഒരു 6 ദിവസം ലീവ് ആയതുകൊണ്ട് കുറച്ച് എക്സ്റ്റെൻഡായി പോയതാണ്. 21 വർക്കിംഗ് ഡേയ്സ് ഇവിടെ പഠിക്കണമെന്നാണ് കേട്ടോ TTPയുടെ സ്കൂളിൻ്റെ റൂള്. അപ്പോൾ ആദ്യത്തെ 1 ഇയറിൽ 1 മാസം കഴിഞ്ഞു. നാളെ രാവിലെ കമ്പനിയിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വലിയ വലിയ കോളേജിൽ പഠിച്ച് പ്ലേസ്മെൻറ്റ് കിട്ടിയ ഒരു ജപ്പാനിൽ പോയി കണ്ടിട്ടുണ്ടാവും. പിന്നെ IITയിൽ പഠിച്ച ഒരു ജപ്പാനിൽ പോയി കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളിനി കാണാൻ പോകുന്നത് എന്താണ്, കോളേജിൽ പോകാത്ത ഒരുത്തിൻ്റെ ജപ്പാനിലെ ഒരു TTP, ഒരു ടെക്നിക്കൽ ഇൻ്റേൺ, ഒരു കരിയറിൻ്റെ ഒരു ബിഗിനിങ് എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എൻ്റെ ഒരു 18 വയസ്സിനോടാണ് കേട്ടോ. കാരണം ഇവിടെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, 18 വയസ്സ് തൊട്ടൊരു 33 വയസ്സ് വരെയുള്ള പിള്ളേർ ഓൾമോസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ എടുക്കാൻ പറ്റുന്ന എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 18-ാം വയസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇന്ത്യയിൽ സമയം കളഞ്ഞ് ഡിഗ്രിക്ക് പോയി 10,000 രൂപയുടെ സാലറിക്ക് 3 കൊല്ലം പണിയെടുത്തിട്ടൊന്നും സമയം കളയില്ലായിരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് അറിയാത്ത കൊണ്ടാണ് കേരളത്തിൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഈവൻ ചെയ്യുന്ന ഏജൻസികൾ പോലും ഇല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. വെറുതെ പിള്ളേരുടെ സമയം കളയാന്നുള്ളൂ. അപ്പോൾ ഒരു 17-16 വയസ്സുള്ള ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ടാവും. ഒരു ഓപ്ഷനാണ്. അതായത് ഒരു ഇൻറ്റേൺഷിപ്പ്, 3 കൊല്ലത്തെ ഇൻറ്റേൺഷിപ്പ്. ഇതിൽ നാട്ടിലൊരു ഡിഗ്രിയും കഴിഞ്ഞ് ഇറങ്ങി നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 5 ഇരട്ടി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 18-ാമത്തെ വയസ്സിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് വേണ്ട. 18 വയസ്സിൽ ലാംഗ്വേജ് മതി. നിങ്ങൾ +2, 10 പോലും ഇവിടെ ആർക്കും കേൾക്കണ്ട. അതിവിടെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് വായിക്കാറില്ല, മലയാളം വായിക്കാറില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കിട്ടിയിട്ട്? അപ്പോൾ ഇങ്ങനൊരു ചാൻസ് ഇവിടെ ഉണ്ട്, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചാനലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ജനറൽ ലൈഫ് തിങ്കളാഴ്ചയോട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇവിടെ എല്ലാ സ്കിൽഡ് വർക്കുകൾ, അതുപോലത്തെ വർക്കാണ് TTPയിൽ വരുന്നത്. പക്ഷേ ഇതൊരു എംപ്ലോയി നല്ലൊരു സ്കിൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വിസ അല്ല, ഇതൊരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വിസ കൊടുത്താലും പണിക്ക് പണി തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ 8 മണിക്കൂർ പണിയാണെങ്കിലും 8 മണിക്കൂറും പണിയെടുക്കുന്ന ആൾക്കാരാണ്. അത് നല്ല രീതിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ആഴ്ചയിൽ നമുക്ക് വർക്ക് വരുന്നത് ലീഗലായിട്ട് 40 മണിക്കൂറാണ് ഒരാഴ്ച. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് OT കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഓവർ ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി പോകെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കാണാം. കിടക്കാം. നാളെ എന്തായാലും ക്ലാസ് ഒരുവിധം അങ്ങനെ തീർത്തു. ഇന്ന് അടിപൊളിയായിരുന്നു. എല്ലാവരും ഞങ്ങളിവിടെ അത്യാവശ്യം നല്ല ഓളം ഉണ്ടാക്കിയിട്ടാണ് പോണത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു, ഇന്ത്യക്കാരെ. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ആകെ പൊളിച്ചടുക്കി ഒരു ഓളാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. നാളെ കമ്പനിയിൽ ജോയിനിങ് ആയിരിക്കും. നാളെ രാവിലെ ഇവിടെ നിന്ന് പോകും. കമ്പനിയിൽ പോയിട്ട് പേപ്പർ വർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തുകൊണ്ട് കാര്യമായിട്ട് ഇനി ഉണ്ടാവും തോന്നുന്നില്ല. പോലെ അറിയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കാണാം.